വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ഇതുപോലെ കുറേ റിവ്യൂ ഒക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കാത്തിരുന്ന് വാങ്ങിച്ചൊരു 3 പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് നെഗറ്റീവ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. വാങ്ങിച്ചവരെല്ലാം നല്ലതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് റിവ്യൂസ് ഇങ്ങനെ ചെക്ക് ചെയ്ത് ചിക്കി ചികഞ്ഞ് ഞാൻ 3 പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതെന്താ പ്രോഡക്റ്റ്, ഞാനത് യൂസ് ചെയ്തപ്പം എനിക്കുള്ള എൻ്റെ അനുഭവം എന്താ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടാലോ, വീഡിയോയിലോട്ട് പോയാലോ. ഗൈസ് കുറച്ച് നാളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുവാണ്. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു 3 പ്രോഡക്റ്റാണ്. അപ്പം ഞാൻ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറാണ്. അത് ഡെർമാക്കോടെയാണ്. അയ്യോ ഇവിടെയൊക്കെ കുറച്ച് നാളായല്ലോ, അതിൻ്റെ എന്തോ കറയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രോഡക്റ്റാണ് കേട്ടോ. ഒരു മോയ്സ്ചറൈസർ ഡെർമാക്കോടെയാണ്. ഒരു നല്ല പ്രോഡക്റ്റാണ്, നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചില ചില മോയ്സ്ചറൈസർ നമ്മൾ ഇടുമ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റ് പോലെ, ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസർ ഇത് രണ്ടും ചിലതൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര വൈറ്റ് കാസ്റ്റ് പോലെയൊക്കെ തോന്നും. പക്ഷേ അതൊന്നുമല്ല. ഇതെന്ന് പറഞ്ഞാൽ 3% വിറ്റാമിൻ ഇ ഡെയിലി ഫേസ് മോയ്സ്ചറൈസറാണ്. ഇത് ഡ്രൈ സ്കിന്നിനായാലും പിന്നെ ഓയിലി സ്കിന്നിനായാലും എല്ലാത്തിനും നല്ല സ്യൂട്ട് ചെയ്യുന്നതാണ്. എൻ്റെത് പൊതുവേ ഒരു ഭയങ്കരമായിട്ടുള്ള ഡ്രൈ സ്കിന്നാണ്, അങ്ങനെ വലിയ ഓയിലി സ്കിന്നല്ല. പക്ഷേ എനിക്ക് നല്ല പോലെ സ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ലാക്റ്റിക് ആസിഡ്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലും നൈറ്റിൽ യൂസ് ചെയ്യാം. ഞാനങ്ങനെ നൈറ്റിൽ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഡെയിലി ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ സ്മെല്ലില്ല. അപ്പോൾ നമ്മൾ എനിക്കാണെങ്കിൽ മിക്ക സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആയാലും എന്തിട്ടാലും ഭയങ്കര സ്മെല്ലുള്ളതാണെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് മണമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഒരു സ്മെല്ലും ഇല്ല, നല്ല പ്രോഡക്റ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ്. രണ്ടാമത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെർമാക്കോടെ തന്നെ സൺസ്ക്രീനാണ്. ഡെർമാക്കോടെ തന്നെ ഒരു സൺസ്ക്രീനാണ്. ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു രണ്ടാമത്തെ പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് നല്ല എനിക്കങ്ങനെ ഞാൻ ഉപയോഗിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്കിത് രണ്ടും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഇ ആണ്. SPF 15 PA++++ ആണ്. ഇതിൽ വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ചില സൺസ്ക്രീൻ ഇട്ടാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിൽ പോലും മുഖത്ത് പുട്ടി കാരി അടിച്ചതുപോലെ തോന്നും. വെറും സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവരും ചില സൺസ്ക്രീൻ ഇടാൻ മടിക്കും. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ പെയിൻറ് അടിച്ചതുപോലെ തോന്നും ഫേസിൽ. പക്ഷേ ഇത് അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഇതെല്ലാം ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിലും ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഒരു സ്മെല്ലും ഇല്ല ഗൈസ്. പിന്നെ പുട്ടി അടിച്ചതുപോലെ തോന്നില്ല, ഒരു മുഖത്ത് എന്തെങ്കിലും വാരി തേച്ചതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ചില സൺസ്ക്രീൻ ഇട്ടാൽ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട പോലെ തോന്നും. പിന്നെ ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യം വരില്ല, സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, ഒരു സ്മെല്ലില്ല, നമ്മളെ മുഖത്ത് ഒരു പുട്ടി വാരി അടിച്ചതുപോലെ തോന്നില്ല. പിന്നെ അങ്ങനെ ഒരു നല്ല പ്രോഡക്റ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാക്കി അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ജാക്കിയെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞങ്ങളുടെ വീട്ടിലെ പട്ടിയാണ്. ഞാൻ ഇതിന് മുന്നേ അതിൻ്റെ ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവൻ അവിടെ എന്താ ചെയ്യണതെന്ന് അറിയാനാണ് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഇടയ്ക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സൺസ്ക്രീനും നല്ല പ്രോഡക്റ്റാണ്. വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല. നിങ്ങൾക്ക് നല്ല വിശ്വസിച്ച് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്ന 50 ഗ്രാമിൻ്റെയാണ് കേട്ടോ. ഇതിൻ്റെ വലിയ ബോട്ടിലും ഉണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്ന 50 ഗ്രാമിൻ്റെയാണ്. ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് ഞാൻ എമൗണ്ട് പറഞ്ഞില്ല കേട്ടോ. ഇതിൻ്റെ എമൗണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 499 രൂപയാണ്. പക്ഷെ അത്ര ഇല്ലായിരുന്നു, ഞാൻ വാങ്ങിച്ചപ്പോൾ അത്ര അല്ലായിരുന്നു. ഞാനിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ അപ്പോഴെന്തോ ഓഫർ ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ കൊടുത്തേക്കുന്നത് 499 ആണ്. പക്ഷെ ആ എമൗണ്ട് കുറവായിരുന്നു ഞാൻ വാങ്ങിച്ച സമയത്ത്. പിന്നെ ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് ഗൈസ്, ഇതിൻ്റെ എമൗണ്ട് 349 എന്തോണ്, 349 249 അതവിടെ എന്തോ സംഭവം വന്നു, ക്ലിയറായി കാണാൻ പറ്റുന്നില്ല.
ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കയറി ഒന്ന് നോക്കാം. അപ്പോൾ എമൗണ്ട് നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് സൺസ്ക്രീൻ 50 ഗ്രാമിൻ്റെയാണ്, മോയ്സ്ചറൈസർ 100 ഗ്രാമിൻ്റെയാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ എമൗണ്ട് 349 249 ആണ്. പക്ഷെ അത്ര എമൗണ്ട് ഇല്ലായിരുന്നു, ഇതും കുറവായിരുന്നു. ഞാൻ വാങ്ങിച്ച സമയത്ത് ഇതിൻ്റെ എമൗണ്ട് കുറവായിരുന്നു. ഇത് ഏകദേശം കുറേ തീരാറായി, കുറച്ചും കൂടെ ഉള്ളൂ ഇനി. പിന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് ഗൈസ്, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഡെർമാക്കോഡ തന്നെ കോജിക് ആസിഡ് 2% കോജിക് ആസിഡ്, ഒരു സെറമാണ്, ഒരു ഫേസ് സെറമാണ് ഗൈസ്. ഇതൊരു ഫേസ് സെറമാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൽ 2% കോജിക് ആസിഡ് ഫേസ് സെറമാണ്. അപ്പോൾ കോജിക് ആസിഡ് നിങ്ങൾക്കറിയാം നല്ലതാണ്, നമ്മുടെ ഫേസിന് നല്ലതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, നൈറ്റിലും യൂസ് ചെയ്യാം. ഞാനിത് ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന ഡെയിലി ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ നൈറ്റിൽ ഞാൻ മിക്ക നൈറ്റിലും നമ്മുടെ ഒരു സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് നോക്കാം. ചില സമയത്തെല്ലാം നല്ല ഓഫറുണ്ട് ഇതിന്. അപ്പോൾ ഓഫറുള്ള ടൈം നോക്കി നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം വൈകുന്നേരം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് സെറത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫോണിൻ്റെ ക്യാമറ വളരെ ക്ലാരിറ്റി കൂടുതലായതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് കാണാൻ പറ്റും. കാരണം ഞാൻ എത്ര അടുത്തോട്ട് കൊണ്ടുവന്നാലും നിങ്ങൾക്ക് ഇത് ഭയങ്കര വൃത്തിക്ക് കാണാൻ പറ്റില്ല. കാരണം അത്ര സൂപ്പർ ക്യാമറയാണ് എൻ്റെത്. നിങ്ങൾ എന്നാലും ഒന്ന് ജസ്റ്റ് ഞാൻ എങ്ങനെ കാണിച്ചാൽ കാണാം നിങ്ങൾക്ക് ഗൈസ്. കാണാമോ ഗൈസ്? ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ സെറ യൂസ് ചെയ്ത് ലാസ്റ്റ് കുറച്ചേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ബാക്കി ഒരു ബോട്ടിൽ ഫുൾ തീരാറായി. ഇനി കുറച്ച് സെറയേ ഉള്ളൂ ഉണ്ടോ. അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, യൂസ് ചെയ്ത് ലാസ്റ്റ് ആയി, അതുകൊണ്ട് ഇത് കിട്ടണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രോപ്സ് ഇട്ട് കൊടുക്കും. അയ്യോ, പിന്നെ ഇവിടെ ഒരെണ്ണം അത് ഒലിച്ചത് ഇങ്ങെത്തി. ഇത്ര ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഓക്കെ ഗൈസ്, അപ്പോൾ സെറം ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു ഡ്രോപ്പ് ഇവിടെ വെച്ച് കൊടുക്കും, ഒന്നിവിടെ അങ്ങനെ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും, കൈ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ, വേണമെങ്കിൽ ഞാൻ ഒരു ഡ്രോപ്പും കൂടെ നിങ്ങൾക്ക് വെച്ച് കാണിച്ചു തരാം. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഫേസിൽ എന്തെങ്കിലും നമ്മൾ ഒരു ഇത് ഒട്ടും മാതിരി അങ്ങനത്തെ ഒരു ഫീലില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായും ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ നല്ല പ്രോഡക്റ്റാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഓക്കെ ഗൈസ്, ഞാൻ സംസാരിച്ച് പോയി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസർ. ഇത് നിങ്ങൾക്ക് കാണാമോ ഗൈസ്? ഡെർമാക്കോഡ തന്നെ. അപ്പം ഇതിനി യൂസ് ചെയ്ത് നോക്കാം.
ഞാനങ്ങനെ ഒരുപാട് വാരി ഇടുന്നില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് മോയ്സ്ചറൈസർ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഫേസിൽ എന്തെങ്കിലും ഇട്ടതുപോലൊരു ഫീലില്ല, ഒരു സ്മെല്ലും ഇല്ല, ഒരു സ്മെല്ലും ഇല്ല. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എന്താ, കട്ടിയില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ജാക്കിയുടെ കുറയാണ് കേട്ടോ ഗൈസ്, ജാക്കി ചാടി പുറത്തിറങ്ങി. ഓക്കെ, അപ്പോൾ ഇതാണ് മോയ്സ്ചറൈസർ. സോറി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ സൺസ്ക്രീൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്ട് ഇങ്ങനെ പഫ് ചെയ്യുന്ന ഇങ്ങനെ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കത്തില്ല, ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിക്കത്തില്ല, അതുപോലൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും പറയുന്ന മറ്റേ 3 ഫിംഗറിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇടണമെന്ന്. ഞാൻ അങ്ങനെയല്ല ഇടുന്ന ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇടാം. അപ്പം ജാക്കിയുടെ കുറയാണ് കേട്ടോ, നിങ്ങൾക്ക് ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പുറത്ത് എന്തോ വണ്ടിയോ ആരോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് അവ കിടന്ന് കുറയ്ക്കണത്. ഇനി ഞാൻ ചെന്ന് പറഞ്ഞാലേ അവ അടങ്ങിയിരിക്കുള്ളൂ. ഒരു മിനിറ്റ് ഗൈസ്, അതില്ല. ഓക്കെ, അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഏതാ, സൺസ്ക്രീനെ കുറിച്ച്, ഡെർമാക്കോഡ നമ്മുടെ സൺസ്ക്രീനിനെ കുറിച്ചാണ് ഗൈസ്. ഈ 3 പ്രോഡക്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്ക് 3ഉം നല്ല ഇഷ്ടപ്പെട്ടു. 3 പ്രോഡക്റ്റും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. എന്നാലും 3ലും ഏറ്റവും നല്ല പ്രോഡക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഏതാന്ന് ചോദിച്ചാൽ ഈ സൺസ്ക്രീനാണ്. സൺസ്ക്രീനും ഈ സെറവും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റാണ്. പക്ഷേ സൺസ്ക്രീന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സൺസ്ക്രീന് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ഉറപ്പായിട്ടും വാങ്ങിക്കാം. എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന 3 ഫിഗറിൽ ഇങ്ങനെ ഇട്ടിട്ടൊക്കെയാണ് ഇങ്ങനെ ഇടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഇതൊരു സ്പ്രേ ബോട്ടിൽ പോലെ മറ്റേ പഫ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ ഡോട്ട് വെച്ചിട്ടാണ് ഇടുന്നത് ഗൈസ്. എനിക്കതാണ് ഇഷ്ടം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അതുപോലെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ കൂടെ ഇട്ട് കാണിച്ചു തരാം. ഞാൻ എല്ലായിടത്തും ഓരോ ഡോട്ട് വെച്ച് കൊടുക്കും. അപ്പം അവിടെയായി ഇവിടെയായി എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എല്ലായിടത്തും ആവും. ഓക്കെ ഗൈസ്, ഇപ്പം ഫേസ് മൊത്തം ഞാൻ ഓരോ ഡോട്ട് വെച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സ്മെല്ലൊന്നുമില്ല, നമുക്ക് ഫേസിൽ ഒന്നും ഇട്ടതുപോലെ ഒരു ഫീലും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില സൺസ്ക്രീൻ ഇടുമ്പോൾ ഭയങ്കര പുട്ടി അടിച്ച, പിന്നെ സൺസ്ക്രീൻ ഇട്ടാൽ നമുക്ക് എന്താ ഒരു ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യം വരില്ല, അതുപോലെ ഒരു പുട്ടി അടിച്ച ഫീലാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല. നമുക്ക് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ ഇടാം. നമുക്ക് വേറെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലും ഇല്ല. അപ്പം നല്ല പ്രോഡക്റ്റാണ്. അപ്പം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഈ സൺസ്ക്രീനും പിന്നെ ഈ നമ്മുടെ ഫേസ് സെറവും പിന്നെ നമ്മുടെ മോയ്സ്ചറൈസറും. അപ്പോൾ ഇത് 3ൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പൈസയ്ക്ക് ഒതുങ്ങുന്നതാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാങ്ങിച്ച് 1 ടൈം യൂസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതിൽ നിന്ന് വേണമെങ്കിലും കയറി വാങ്ങിക്കാം.
അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും എന്താ ലിങ്ക് ഞാൻ ബയോയിൽ ഇട്ടേക്കാം. ബയോയിലല്ല, സോറി ഗൈസ്, വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. അപ്പം നിങ്ങൾ കയറി നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ ഓഫറൊക്കെ വരുന്ന, പറ്റാത്തവർ ഓഫറൊക്കെ വരുന്ന സമയം നോക്കി വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ.